Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. പണിമുടക്കിന്റെ കാരണങ്ങളോട് നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്ന കാര്യമാണ്. സംശയം എന്താണ്? ഞാനും ഒരു ട്രേഡ് യൂണിയനിസ്റ്റാണ്. ഞങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നതാണിത്. സംശയം എന്താ? നിങ്ങൾ യാത്ര നടത്തുന്നതിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഞാൻ നേരിട്ട് പറയാം. യാത്ര ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. യാത്രയുടെ പ്രചരണത്തിന് കൂടി ഈ വിഷയങ്ങൾ ഞങ്ങൾ പറയും. ഏത് കാര്യത്തിലാണ് ഈ സമരം ദേശീയ പണിമുടക്ക് നടത്തുന്നത്, അതിൻ്റെ കാരണം കൂടി എന്തിനാണ്, ഏത് കോസിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് ഈ ജാഥയിൽ പ്രചരണം കൂടി നടത്തും. അതിനുള്ളൊരു അവസരം കൂടിയല്ലേ. അതുകൂടി അല്ല, അത് അവർക്ക് എന്ത് വേണേലും പറയാമല്ലോ. പിന്നെ എനിക്ക് വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു പൊതുസമൂഹത്തിൽ, ഞാനും ട്രേഡ് യൂണിയനിസ്റ്റാണ്, ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനുള്ള നേതൃത്വത്തിലുള്ള ഒരാളാണ് ഞാൻ. അത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം, ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിനും സമാനമായ പണിമുടക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടക്കുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലായില്ല എൻ്റെ ചോദ്യം? മനസ്സിലായില്ല. അതായത് ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതു ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഞാൻ അതിന്റെ ശരിയും തെറ്റുമല്ല അവരുടെ, പൊതു ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല, കർണാടകത്തിൽ പോയാൽ അറിയില്ല, മഹാരാഷ്ട്രയിൽ പോയാൽ അറിയില്ല. ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇതില്ല, ഇല്ലല്ലോ. നമ്മളൊന്ന് ആലോചിക്കണം, കേരളം മാത്രം ഒരു ബന്ദിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റണ വേണോ? എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ് ഞാൻ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്നുമല്ല, ഒരു ചർച്ച, ഒരു പൊതു ചർച്ച വേണം. നമ്മൾ മാത്രം, നിങ്ങളൊന്ന് ആലോചിച്ചേ. അതാണ് ഉറപ്പായിട്ട് വേണം, അതിന്റെ പ്രചരണം വേണം, അതിന് വ്യാപകമായ പ്രചരണം വേണം. പക്ഷേ ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. ഞാനത് വെക്കുന്നു. അല്ല, അങ്ങനെയൊന്നും ആവില്ല. അപ്പൊ കേരളത്തിൽ മാത്രമുള്ള ഇത് അല്ല. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത്? അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഇതൊരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വെക്കുകയാണ്. കുറെ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, ഇല്ലേ? ഇതൊക്കെ അതൊക്കെ നമുക്ക് വെറുതെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സംസ്ഥാനത്തും പണ്ട് മുതലേ കേരളം അല്ലാതെ ഒരു സംസ്ഥാനം, ബംഗാളിൽ പോലും ചെയ്യാറില്ല. ബംഗാളിൽ CPM ഭരിക്കുന്ന കാലത്ത് പോലും ചെയ്യാറില്ല. ഈ ഹർത്താലും ബന്ധുവാക്കൂല അവിടെ. ത്രിപുരയിൽ ചെയ്യാറില്ല. നേരത്തെ ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, പാർട്ടിയൊക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെയും ചെയ്യാറില്ല. ഞാൻ പറയുന്നത് നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക. അതാ അവരുടെ ഇഷ്ടം. അല്ല ഞങ്ങൾ ഇപ്പോ അതിന്റെ പ്രചരണത്തിന്റെ കൂടി വേദിയാക്കി മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യല്ലേ. പബ്ലിക്കാണ്, പബ്ലിക് മീറ്റിംഗ് അല്ലേ. ഇതിന്റെ സാധാരണ പൊതുപണിമുടക്കിന് പബ്ലിക് മീറ്റിംഗ് ഒക്കെ നടത്തി നാട്ടുകാരോട് പറയണത്. ഇപ്പൊ എത്ര നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യണമെന്ന്? ആളുകൾക്ക് അറിയില്ല, കാരണം പ്രചരണം നടന്നിട്ടില്ല. ഇത് പറയണ എളമരം കരീമിന്റെ CIT പോലും ഒരു പ്രചരണ പരിപാടി ഞാൻ കണ്ടില്ലെങ്ങും. നടത്തി കാണും, ഞാൻ കണ്ടില്ലെങ്ങും. ഒരു പ്രചരണം നടത്തണം. അപ്പൊ ഇതുപോലത്തെ ഒരു വലിയ, എല്ലാവരും നിങ്ങളെല്ലാം വന്ന് അത് ആ വിഷ്വലൊക്കെ എടുത്തുന്ന ഇത്രയും പ്രചരണം കിട്ടുന്ന വേറൊരു പരിപാടി ഇപ്പൊ കേരളത്തിൽ നടക്കുന്നില്ലല്ലോ. ഈ യാത്രയുടെ പോലെ ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ. അപ്പൊ ആ പരിപാടി ഇതിന്റെ കൂടി ഈ കോഴ്സ് കൂടി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജായി മാറില്ല. നല്ലതല്ലേ? അപ്പൊ മനസ്സിലായല്ലോ എന്താണ് CPM പറയണതിന്റെ ഒരു ലെവലെന്ന് മനസ്സിലായല്ലോ. ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കാനും ഇങ്ങനെ പറ്റിപ്പിക്കാനും വേറെ ഏതോ ലോകത്തിലാണ് അദ്ദേഹം, ഭൂമിയിലല്ല. അദ്ദേഹത്തോട് എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിലത്ത് കാലുകുത്തിയിട്ട്, ഭൂമിയിൽ കാലുകുത്തിയിട്ട് സംസാരിച്ചാൽ നല്ലതായിരിക്കും. ഇന്നലെ പറഞ്ഞു, ഞാൻ പച്ചക്കള്ളം പറയാനെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു 3 ജനപ്രതിനിധികളെ CMDRFിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ UDFന്റെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി 18.5 ലക്ഷം രൂപ CMDRFിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ലക്ഷം രൂപ എൻ്റെ ഞാൻ പറയുള്ളൂ എമൗണ്ട്. ബാക്കി എല്ലാവരും അവരുടെ ഇതനുസരിച്ച് 18.5 ലക്ഷം രൂപ UDF MLA മാര്
CMDRF കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് CMDRF പൈസ കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കൊടുക്കാനാ പറഞ്ഞത് എല്ലാവരോടും. UDF MLA കൊടുത്തിട്ടുണ്ട് 18.5 ലക്ഷം രൂപ CMDRF കൊടുത്തിട്ടുണ്ട്. പുള്ളി അതും ഇതൊക്കെ പറയുമല്ലോ, ആ കൂട്ടത്തിൽ പറഞ്ഞു. അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങളൊക്കെ വിമർശിക്കുന്ന ആളുകളെ, അതേ മാധ്യമങ്ങളെയൊക്കെ അതിരൂക്ഷമായി വളരെ മോശമായ ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്നത്. താങ്കളെ കുറിച്ച് നുണരോഗം ബാധിച്ച ആള് എന്ന് പറഞ്ഞു, മീഡിയ വണ്ണിനെ കുറിച്ചിട്ട് കാളകൂട വിഷം എന്ന് പറഞ്ഞു. ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളെ ഈ രൂപത്തിൽ പറയുന്നതിനെ കുറിച്ച് അതല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു വേറൊരു ഫാസിസത്തിന്റെ മറുവശമാണ്, മനസ്സിലായോ? സംഘപരിവാറിന്റെ അതേ പാതയിലൂടെയാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത്. ഫാസിസ്റ്റ് സ്വഭാവമാണ്, ഇടതു സ്വഭാവമല്ല, തീവ്ര വലതുപക്ഷ സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകൾ പോലും ഇനിയൊരു ഭരണം വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ സഹയാത്രികരും ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും ഒരിക്കലും തുടർഭരണം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഇതൊരു ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് നശിച്ചു പോകുന്നതിന്റെ സങ്കടം കണ്ടിട്ടാണ്. ഫാസിസ്റ്റ് പാർട്ടിയാണിത്. അസഹിഷ്ണുതയാണ്, അസഹിഷ്ണുത, എല്ലാവരോടും അസഹിഷ്ണുതയാണ്. ഞങ്ങൾ അതല്ല, ഞങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെന്നേ. ഞങ്ങൾ വലതുപക്ഷമല്ല. ഞങ്ങളെങ്ങനെ വലതുപക്ഷ ചിന്താഗതിക്കാരല്ല. കോൺഗ്രസ് എന്നാണ് വലതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നത്. കേരളത്തിലെ UDF എന്നാണ് വലതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നത്. വലതുപക്ഷ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫാസിസം. ഇപ്പൊ കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുത്ത് DA അവകാശമല്ല. പണ്ട് എന്താണ്, തൊഴിലാളികൾക്ക് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി സമരം ചെയ്ത് പോരാടി നേടിയെടുത്ത അവകാശങ്ങളാണ് അല്ലെ DA. ആ DA അവകാശമല്ല എന്നൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഹൈക്കോടതി. അപ്പൊ ഇനി 8 മണിക്കൂർ ജോലി അവകാശമല്ല എന്ന് പറയുമല്ല നാളെ. BJP പറയുന്നുണ്ട്. അവരൊരു ഫാസിസ്റ്റ് പാർട്ടിയാണ്, അവരുടെ അപ്രോച്ച് അതാണ്. അതേ ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് DA അവകാശമല്ല. പിന്നെ ഇവരെ ലെഫ്റ്റ് എന്ന് എങ്ങനെ വിളിക്കുന്നത്? ഇവര് ലെഫ്റ്റ് അല്ല. അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാം നിൽക്കുമ്പോഴല്ല ഊതി വീർപ്പിക്കണത്. ഞങ്ങളെ സമയം വളരെ വൈകിയപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് പറഞ്ഞത്, ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, വേഗം പോട്ടെ. ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലുശ്ശേരിയിലെ പരിപാടി എൻ്റെ അവസാനിക്കുന്നത് 9:58 എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഞാൻ ഒരു വിധത്തിലാണ് കാരണം ഈ തിരക്ക് കാരണം, ജാഥയിലെ ആളുടെ പ്രശ്നവും കാരണം, ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പൊ കുറ്റ്യാടിയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനം പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്താണ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയത്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. എന്തിനാണ്? നിങ്ങൾക്കറിയാലോ ആ ജാഥ ഇന്നലെ എന്തായിരുന്നെന്ന്. അതിന്റെ അസൂയ പൂണ്ട കുറെ ആളുകൾ അതിന്റെ ആ ജാഥ എന്ത്, ഞാൻ പറയണത് ശരിയല്ല, ഞാൻ നയിച്ച ജാഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ ചാനലുകൾ, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. നിങ്ങൾ എത്രയോ ജാഥകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും എത്രയോ ജാഥകൾ കണ്ട ആളുകളുമാണ്. ഞങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വോട്ടിന് തോറ്റ സീറ്റുകളിൽ, ആ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇന്നലെ ജാഥ വന്നപ്പോൾ എന്തായിരുന്നു ജാഥയെന്ന് നിങ്ങൾ വിലയിരുത്തും. ആ ജാഥയുടെ പ്രാധാന്യം ഞങ്ങൾ കാസർഗോഡും കണ്ണൂരിലെ ഞങ്ങൾ 60,000 വോട്ടിന് തോട്ട മട്ടന്നൂരിൽ ഉൾപ്പെടെയുള്ള ജാഥ എന്തായിരുന്നു എന്ന് കേരളം വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത, അത് ശരിയല്ല. എന്തിനാ ജാഗ്രത? ആരെ തടഞ്ഞ്? എന്റെ ദീപകെ, ഇല്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ, ഇല്ലാതെ. അതായത് എന്നെ പ്രസംഗിപ്പിച്ചു പരിപാടി അവസാനിപ്പിക്കാൻ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്നൊരാൾ. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നില്ല, സംസാരിച്ചാൽ സമയത്ത് തീരില്ല, എന്റെ സംസാരം നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞത് എന്നോട്. പുള്ളി പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. അത് തന്നെ ഷാഫിയും പറഞ്ഞു, ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല, സമയം വൈകി എന്ന് പറഞ്ഞു. അപ്പൊ പ്രമോദ് പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ പ്രമോദിനെ നിർബന്ധിച്ച്, നീ എവിടെ പോയിരിക്കണ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാവുന്ന പോലെ, വീട്ടിലുണ്ടാവുന്ന പോലെ കാര്യമല്ലേ?
ആ അതേ വീണ്ടും എന്നെ സ്വീകരിക്കാൻ കോഴിക്കോട് മറ്റേ അതിർത്തിയിൽ വരുമ്പോ ഉണ്ട് ഇത്. അപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം അവിടെ ഈ സ്റ്റേജിൽ വെച്ച് ഉന്തിയിട്ടിട്ട് DCC പ്രസിഡന്റിന്റെ കൈവോട്ട് ചെയ്ത ദൈവം. ഈ കേരളം എവിടേക്കാണ് പോകുന്നത് ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കാൻ പോയ? പിന്നെ നിങ്ങൾ വേറെ ഇത് കോൺഗ്രസ് ആണ്, UDF ആണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്, അറിയാല്ല. നിങ്ങൾ നിക്കി അതൊക്കെ ശരിയാണ്. അച്ചടക്കം വേണം, കുറച്ച് ഇതൊക്കെ വേണം. അതിനെന്താ അവിടെ എന്താണ് അച്ചടക്കം എങ്ങനെ ഉണ്ടായത്? എന്താ അവിടുത്തെ UDFന്റെ ചെയർമാനായിട്ടുള്ള ആള്, DCC പ്രസിഡന്റ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ പാറക്കൽ അബ്ദുള്ള, ഇവരൊക്കെയല്ലേ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അല്ലാതെ വേറെ ആരെ ഉണ്ടായിരുന്നു? അത് മുല്ലപ്പള്ളി, അത് ഉദ്ഘാടനം ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഞങ്ങളുടെ കക്ഷികളുടെ എല്ലാവരുടെയും പ്രതിനിധികളുണ്ടായി അവിടെ. 10 കക്ഷികളില്ലേ UDFൽ, എല്ലാവരുടെയും പ്രതിനിധികൾ, സംസ്ഥാന നേതാക്കള്, ജാഥ അംഗങ്ങള്, ജില്ലാ UDFന്റെ നേതാക്കള്, ആ നിയോജകമണ്ഡലത്തിന്റെ UDFന്റെ നേതാക്കള്, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങള് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അച്ചടക്കമൊന്നുമില്ല. ഇന്നലെ ഒരു അച്ചടക്ക കുറവ് ആ വേദിയിൽ ഉണ്ടായില്ല. ഞാൻ സംസാരിച്ചപ്പോൾ ഒരാളും മിണ്ടിയില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും സംസാരിച്ചപ്പോൾ ആരും മിണ്ടിൽ. Thank you.